ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോണ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ചുരിദാർ മെറ്റീരിയൽ ആണ്. ചിലതൊക്കെ 2.5 മീറ്ററും ചിലത് 2.25 മീറ്ററും ആണ്. അത് 4 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. മെറ്റീരിയൽസ് വേറെ വേറെ മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ ചെയ്തിരിക്കുന്ന വർക്ക് ആണെങ്കിലും ഡിഫറെന്റ് വർക്ക്സ് ആണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം, ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇന്നത്തെ കാണിച്ച ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ആദ്യത്തെ മെറ്റീരിയൽ കാണാം. അതൊരു ബ്ലാക്ക് ഷിഫോൺ മെറ്റീരിയൽ ആണ്. ഇത് 2.25 മീറ്റർ ആണ് ഈ മെറ്റീരിയൽ. അപ്പൊ ഷിഫോൺ മെറ്റീരിയലിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന യോക്ക് നെക്ക് ലൈനിൽ മാത്രമാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റിച്ചസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് റോസ് തയ്ച്ചിരിക്കുന്നതാണ് ഇത്. അതിന്റെ നടുക്ക് ഒരു ബ്ലാക്ക് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. റെഡ് ഫ്ലവറിന്റെ നടുക്ക് ഒരു ബ്ലാക്ക് ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അല്ലാണ്ട് ഒരു മെറൂൺ കളർ ഫ്രഞ്ച് നോട്ട്സ് അല്ലാണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേസി ഡേസി ഇവിടെ ഫ്രഞ്ച് നോട്ട് കുഞ്ഞു ഫ്ലവർ പോലെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു മസ്റ്റാർഡ് യെല്ലോ, ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോ കളറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ലേസി ഡേസി ഫ്ലവേഴ്സ് ആണ്. ലേസി ഡേസി ഫ്ലവേഴ്സ് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ഓഫ് ലാവൻഡർ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 7 കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 7 കളർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ തയ്ക്കുമ്പോൾ ഒരേ പൂവും തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിടുന്നില്ല, അടിയിൽ കൂടെ വലിച്ചാണ് തയ്ക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബിൽ ഒരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത്, ഷിഫോൺ മെറ്റീരിയലിൽ ഞാൻ തയ്ക്കുമ്പോൾ ഫ്രെയിം നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, തയ്ച്ചു കഴിഞ്ഞ് ഫ്രെയിം ഊരി കഴിയുമ്പോൾ താഴെ നൂല് ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കണേ എന്നുള്ളത്. അത് ഇങ്ങനത്തെ മെറ്റീരിയൽ തയ്ക്കുമ്പോൾ നമ്മൾ എത്ര ടൈറ്റ് ആയിട്ട് ഫ്രെയിം വെച്ചാലും നമ്മൾ മേലിൽ നമുക്ക് നല്ല ഇതായിട്ട് തോന്നും. പക്ഷെ ഫ്രെയിം ഊരി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പുറകിൽ വലിച്ചിരിക്കുന്ന നൂലിങ്ങനെ അഴഞ്ഞിരിക്കണ പോലെ തോന്നും, അഴഞ്ഞിരിക്കും. അങ്ങനെയാണ് വരുന്നത് ഇങ്ങനത്തെ മെറ്റീരിയലിൽ തയ്ക്കുമ്പോൾ. അത് കുഴപ്പമൊന്നുമില്ല, അത് ആര് തയ്ച്ചാലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ചിക്കൻ കാരി ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചിക്കൻ കാരി വർക്കുള്ള ഡ്രസ്സ്, ഇതിൻ്റെ ബാക്കിലും അതുപോലെ തന്നെയാണ്. ഇത് റെഡിമെയ്ഡ് കുർത്തിയാണ്, ഞാൻ തയ്ച്ചതല്ല. അപ്പം ഇതിൻ്റെ അകത്താണെങ്കിലും താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ നൂല് വളരെ വലിച്ചിരിക്കുന്ന നൂലെല്ലാം അഴഞ്ഞായിരിക്കും ഇരിക്കുന്നത്, ഇങ്ങനെ ടൈറ്റായിട്ട് അല്ല ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇട്ട ഫ്രെയിമിൻ്റെ കുഴപ്പമല്ല, അതങ്ങനെയാണ് ഈ മെറ്റീരിയലിൽ വരുന്നത്. ഇതാണ് ആദ്യത്തെ മെറ്റീരിയൽ, ഷിഫോൺ മെറ്റീരിയലിൽ തയ്ച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാരണം തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കും. ഇതിൻ്റെ നെക്ക് ലൈനിൽ മാത്രമാണ് ഡിസൈനിങ് ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു ഡിസൈനിങ് സ്ലീവ്സിലും കൂടെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരും. ഇതാണ് ആദ്യത്തെ മെറ്റീരിയൽ. രണ്ടാമത്തെ മെറ്റീരിയൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ടെസർ സിൽക്ക് മെറ്റീരിയൽ ആണ്. ടെസർ സിൽക്ക് മെറ്റീരിയലിൻ്റെ യോക്ക് പോർഷനിൽ എന്ന് വെച്ചാൽ നെക്ക് പോർഷൻ കഴിഞ്ഞിട്ട് താഴെ ചെസ്റ്റിൻ്റെ അവിടെയായിട്ടാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻലി ഫ്രഞ്ച് നോട്ടും ബൂളിയൻ നോട്ടും ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അല്ല കൊടുത്തിരിക്കുന്നത്, വളരെ ലൈറ്റ് കളർ കോമ്പിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളേഴ്സ് അല്ല. ഇത് ഓഷ്യൻ ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബേബി പിങ്ക് ഉണ്ട്, ലാവൻഡർ ഷെയ്ഡ് ഉണ്ട്, ഒരു ക്രീം ഷെയ്ഡായിട്ടുള്ള ഗോൾഡൻ, വീറ്റിഷ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു കളറായിട്ടുള്ള ഒരു ത്രെഡും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ ഇടയിൽ കുറച്ച് വലിയ പേൾസും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് വൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ക്രീം കളർ പാൻസ് യൂസ് ചെയ്യാം, പാൻറ്റും ഷോളും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഓഷ്യൻ ബ്ലൂ കളർ ആയാലും ഇതിൻ്റെ അകത്ത് ചേരും. അപ്പം ടെസർ സിൽക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ. അത് 2.5 മീറ്റർ മെറ്റീരിയലിൻ്റെ അകത്ത് ചെസ്റ്റ് പോർഷനിൽ മാത്രം വരുന്ന ഒരു ഡിസൈനിങ് ആണ്. ഇതിൻ്റെ അകത്തും ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ മാത്രമേ ഡിസൈനിങ് ഉള്ളൂ, വേറെ സ്ലീവ്സിലോ വേറെ എവിടെയും ഇല്ല. ഈ ഒരു അത്യാവശ്യം നല്ലോണം കവർ ചെയ്യുന്ന ഒരു ഡിസൈനിങ് ആണ് ഫ്രണ്ടിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു ഹെവി വർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഇത്തിരി വർക്കുള്ള ഷോളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും. ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ടെസർ സിൽക്ക്. ഇനി മൂന്നാമത്തെ ചുരിദാർ കാണിച്ചു തരാം. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ഇപ്പൊ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ അകത്ത് ഇത് 2.5 മീറ്റർ ആണ്. അപ്പം ഇതിങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത്
ഇങ്ങനെ കഴുത്തിന്റെ ഇത് കുറച്ച് വയറിന്റെ ഇവിടം വരെ നല്ല ഹെവി വർക്ക് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ലേസി ഡേസി ആണ് തയ്ച്ചിരിക്കുന്നത്. ഈ ലേസി ഡേസി ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സ് ആണെങ്കിലും തയ്ച്ചിരിക്കുന്നതെല്ലാം 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഈ ലേസി ഡേസിയുടെ ഓരോ ഇതിന്റെയും നടുക്കും ഈ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്രഞ്ച് നോട്ടും കൊടുത്തേക്കുന്നത്, ഈ ഫ്ലവറിന്റെ ഒക്കെ നടുക്ക്. അപ്പൊ ഇങ്ങനെ നല്ല ഒരു ഹെവി വർക്ക് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഷേപ്പിൽ നമ്മൾ തയ്ക്കുവാണെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ ആണ്, നല്ല ഹെവി നല്ല ഷേപ്പിൽ തയ്ച്ചിട്ട് ഇതിന്റെ ഈ കളർ ഒരു ദുപ്പട്ട അല്ലെങ്കിൽ പാൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ. ഇത് നെക്കിൻ്റെ അകത്ത് നല്ല ഹെവി വർക്ക് കൊടുത്തേക്കണായിരുന്നു, സ്ലീവ്സിലൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ പ്ലെയിൻ നെക്ക് പോർഷനിൽ മാത്രമാണ് വർക്ക് വരുന്നത്. അപ്പൊ ഞാൻ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ബാക്കിൽ ഞാൻ വലിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വലിവ് കാണാം, ലൂസായിട്ട് ഇങ്ങനെ ത്രെഡ് കിടക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ എത്ര ടൈറ്റ് ചെയ്തിട്ടാലും ഇങ്ങനത്തെ മെറ്റീരിയൽ തയ്ക്കുമ്പം ബാക്ക് സൈഡ് തയ്ച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അത് ചോദിച്ച ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ യൂട്യൂബിൽ ചോദിച്ചതായിരുന്നു. അപ്പം അതിന്റെ റിപ്ലൈ ആണ് ഇത്, കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. നാലാമത്തെ ചുരിദാർ വന്നിരിക്കുന്നത് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്. ഒരു പിങ്ക് ഷെയ്ഡാണ് മെറ്റീരിയലിന്. അതിന്റെ ഇത് 2.25 മീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൻ്റെ അകത്ത് വർക്ക് വന്നിട്ട് സ്റ്റോൺസും കുന്തൻസും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ആയിരിക്കും കഴുത്ത് വരുന്നത്. അതിന് വേണമെങ്കിൽ കഴുത്ത് തയ്ക്കാൻ നേരത്തെ പൈപ്പിംഗ് കൊടുക്കാം. ഈ കളറോ അല്ലെങ്കിൽ ഈ കളറോ ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ചെസ്റ്റ് പോർഷൻ്റെ ഇവിടെ ആയിരിക്കും ഈ ഒരു ഡിസൈനിങ് വരുന്നത്. ഇങ്ങനെ ബീഡ്സും അതുപോലെ തന്നെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കുറച്ച് ഫ്ലവേഴ്സ് ആയിട്ട്. ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് ഫ്ലൈ സ്റ്റിച്ച് ആണ്. എന്നിട്ട് ഈ ഫ്ലവർ തയ്ച്ചിരിക്കുന്നത് വെറുതെ നമ്മൾ കുത്തി താത്തി തയ്ക്കത്തില്ലേ, അതുപോലെ സെയിം ഹോളിലോട്ട് താത്തി തയ്ച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വന്നേക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ഒക്കെ ഇടയിൽ സ്റ്റോൺസും വെച്ചിരിക്കുന്നു, സ്റ്റിക്ക് ചെയ്തിരിക്കണം. അപ്പൊ ഇതോടെ തന്നെയാണ് ഫ്രണ്ട് പോർഷനിലെ ചെസ്റ്റിന്റെ അവിടെ മാത്രമാണ് വർക്ക് ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലും വന്നേക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ 4 മെറ്റീരിയലും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഏറ്റവും അവസാനം കണ്ട ആ മെറ്റീരിയൽ, കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയൽ ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ചെയിൻ ആണെങ്കിലും നെക്കിന്റെ ഇവിടെ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ആ സ്റ്റോൺ ചെയിൻ, അതുപോലെ തന്നെ കുന്തൻസ് ഒട്ടിച്ചിരിക്കുന്ന സ്റ്റോൺസ് ആണെങ്കിലും ഞാൻ മേടിച്ചിരിക്കുന്ന ആമസോണിൽ നിന്നാണ്. അപ്പൊ ഇത് ആമസോണിൽ നിന്ന് മേടിക്കണം താല്പര്യമുണ്ടെങ്കിൽ താഴെ ആമസോണിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കാവുന്നതാണ്. അപ്പൊ ഈ 4 മെറ്റീരിയലിന്റെയും ഡിസൈൻസ് ഞാൻ ഓരോന്ന് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. അത് കൂടാതെ തന്നെ ഈ എല്ലാ ഡിസൈനും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇട്ടിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇനി ആരെങ്കിലും ഫേസ്ബുക്ക് പേജ് കയറാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് അതിൽ കയറി നോക്കി അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഡിസൈൻസും ഫോട്ടോസും വീഡിയോസിന്റെ ഇതെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.